എവിടെ പോകുന്നു? ആശുപത്രി വരെ പോകുന്നു. എന്താ അസുഖം കൂടിയോ? അസുഖം കൂടി. ഡോക്ടറിന് വരുമെന്ന് പറഞ്ഞു. കാശ് വേണോ? കാശ് വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ട്. വേഗം വന്നേക്കണേ. കൊച്ചു വരും. അങ്ങനെ വരുന്ന വെച്ചാൽ അവള് വണ്ടി കയറിയെന്നൊക്കെ മോൻ വിളിച്ച് പറയുന്നത്. അങ്ങനെ ബസ്സിൽ വരാൻ പറ്റും. അവള് പറഞ്ഞിരുന്നെങ്കിൽ വയ്യാത്ത കൊച്ചല്ലേ, ഞാൻ കാറുമായി ചെല്ലുമായിരുന്നല്ലോ. ശരിയല്ല, ഞാൻ പോയിട്ടങ്ങ് എത്രയും പെട്ടെന്ന് നേരത്തെ വരാൻ നോക്കാം. അവിടെ ആശുപത്രിയിൽ പോയി. പെട്ടെന്ന് അസുഖം കാലുവേദന കൂടി. ആയുർവേദ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു പോയത്. എന്നെ വിളിച്ചില്ല. അല്ല, നീ മോളെന്താ പണിയാ കാണിച്ചത്? ഈ അസുഖമുള്ള നേരത്ത് ബസ്സിലാണോ വരുന്നത്? ഞാൻ കാറുമായി വരില്ലായിരുന്നു. പപ്പായെ ബുദ്ധിമുട്ടിക്കണ്ട, പപ്പ വയ്യാതിരിക്കുവല്ലോ. അല്ല, അതൊന്നും കുഴപ്പമില്ല. അത്രയും ദൂരം വണ്ടി ഓടിച്ച് വരണ്ടാന്ന് വിചാരിച്ചു. എന്നാലും മോശമല്ലേ ഈ സമയത്തൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പാടുണ്ടോ? അമ്മ ഇപ്പൊ പോയ നേരത്തെ പോയോ? 1 മണിക്കൂറായി. ഞാൻ കഴിച്ചു. നിനക്കുള്ളത് അവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് താമസിച്ചു. ഗുളിയെല്ലാം ഇന്ന് എഴുതി തന്നു. പപ്പ ആഹാരം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. മോള് കഴിച്ചോ? പപ്പ പൊറോട്ട കൊണ്ടുവന്ന് എടുക്കട്ടെ? പപ്പ വേണ്ട വേണ്ട. ഹലോ, ഇക്ക ഞാനിപ്പോ എത്തി കേട്ടോ. ഇല്ല, കുഴപ്പമില്ലായിരുന്നോ? സീറ്റ് കിട്ടിയായിരുന്നോ? അയ്യോ ഇക്ക, ഞാനൊന്ന് കിടക്കട്ടെ, കുളിച്ചിട്ടൊന്ന് കിടന്നിട്ട് പിന്നെ വിളിക്കാമേ. ഇല്ല, ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സ്കാനിങ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ച പോകണം. ഓക്കെ ഓക്കെ ഇക്ക. വരണ്ടായിരുന്നു.
പപ്പ ആ ആ ജനലിന്റെ അടുത്ത് ഞാൻ ആരുടെ അനക്കം കേട്ടു. അപ്പൊ ഞാന് ആര് മോളെ? ആരാണ് ജനലിന്റെ അടുത്ത് ഞാൻ വന്നത്? ഡ്രസ് മാറാൻ പോയതാ പപ്പ. അപ്പോഴത്തേക്ക് ജനലിന്റെ പോയി നോക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആരും നോക്കൂ പപ്പ. ആ, എനിക്ക് ആരാണ്? പേടിച്ച് വരുന്ന ആരാ നോക്കൂ. അയ്യോ നമ്മൾക്ക് ആരും വരാനില്ലല്ലോ, പിന്നെന്താണ്? ഞാൻ ഡ്രസ് മാറാൻ പോയപ്പോ ജനലാണ്. അയ്യോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ആരുമില്ലല്ലോ. എങ്ങനെയാണ് കൈയിട്ടോ? അതെങ്ങനെയാ ജനൽ തുറന്നു? ആ. അതെ. ഓ. അല്ല കർട്ടനൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ആ അത് തോന്നിയതായിരിക്കും, നിനക്ക് തോന്നിയതായിരിക്കും. നിനക്ക് തോന്നിയതായിരിക്കും. അയ്യോ ആ എന്തിനാ മോളെ അവനെ വിളിച്ച് പറഞ്ഞു? അവൻ ജോലി തിരക്കിൽ വെറുതെ ടെൻഷൻ അടിക്കില്ലേ? അവനെ വിളിക്കൊന്നും വേണ്ട, നിനക്ക് തോന്നിയതായിരിക്കും. ഇനി ഉണ്ടാവുമ്പോ അവനെ വിളിച്ചാൽ മതി, ഇപ്പൊ വിളിക്കണ്ട. നീ അകത്ത് പോയി കിടക്കാൻ നോക്കൂ. ആരും വന്നിട്ടില്ലല്ലോ, ഞാനിവിടെ ഇരിക്കുന്നില്ല, പിന്നെ ആര് വരാൻ? ആ പ്രശ്നമാക്കണ്ട, നീ അവനെ വിളിക്കൊന്നും വേണ്ട. ഹലോ ഉമ്മച്ചി, ഞാനിങ്ങ് വന്നായിരുന്നു ഉമ്മ. വന്നിട്ട് ഇവിടുത്തെ ഉമ്മ പുറത്ത് പോയി, ആശുപത്രി പോയാന്ന് പറഞ്ഞു. പപ്പ അവിടെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറാൻ ഒരുങ്ങിയപ്പോൾ ജനൽ വഴി ഒരു കണ്ണി കണ്ടതുപോലെ ഉമ്മ. എനിക്ക് പേടിയാണ്. സത്യമായിട്ട് ഞാൻ കണ്ടുമ്മ. അല്ല, എനിക്ക് തോന്നിയതല്ല ഉമ്മ, ഞാൻ കണ്ടുമ്മ. ആരോ ഓളെ ചെയ്യുന്ന ഞാൻ കണ്ടുമ്മ. സത്യമായിട്ട് വന്നേ. പിന്നെ ഞാൻ ഇക്കാര്യം വിളിക്കട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പപ്പായ്ക്ക് ഭയങ്കര ഒരു വെപ്രാളം പോലെ മുഖത്ത്. കുറച്ച് ദിവസം കൊണ്ട് എനിക്കൊരു എന്തോ മനസ്സിൽ പറയുന്നുമ്മ. ഞാൻ സ്വപ്നവും കണ്ട്. പപ്പായുടെ നോട്ടവും ഒന്നും ശരിയല്ല. ഇതിന് മുമ്പ് ഇതുപോലൊരു ജനലിൻ്റെ അടുത്ത് ഒരു അനക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല ഉമ്മ. ഞാൻ കഥ ലോക്കിട്ട് കിടക്കാൻ പോകുന്നു. കുളിക്കണം. കുളിച്ചിട്ട് ഞാൻ വിളിക്കാം ഉമ്മ കേട്ടോ. ശരി. ഹലോ ഇക്ക, ഞാൻ ആ ടെൻഷനില്ല ഇക്ക. എനിക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പേടി തോന്നുവാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യമൊന്നും ഭയപ്പെടല്ലേ ഇക്ക. കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ പറയണമെന്നുണ്ടായിരുന്നു. ഇക്കടെ പപ്പായ്ക്ക് എന്തോ ഒരു, എന്നെ കാണുമ്പോൾ എന്തോ ഒരു ഇളക്കവും പെരുക്കവും പോലെ. സത്യമായിട്ട് ഒരു വല്ലാത്ത നോട്ടവും. എനിക്കങ്ങ് പേടി തോന്നും ചില സമയത്ത്. ഇനി അന്നേരങ്ങളാണോ നിങ്ങളുടെ പപ്പ വല്ലതും ആണോ ഇക്ക ജനലിൽ കൂടെ കൈയിട്ടത്? അല്ലെങ്കിൽ എന്തിനി നടന്നാലും പപ്പായും ഉമ്മയും എന്ത് കാണിച്ചാലും നിങ്ങൾ കണ്ടില്ല, ചുമ്മാ നന്നല്ലേ പറയത്തുള്ളൂ. ഇനി എന്നെ ഇവിടെ കൊന്നിട്ടാലും ഇക്ക പറയും വേറെ ആരോ വന്ന് ചെയ്തതാണെന്ന്. അല്ലെങ്കിലും ഇപ്പം മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെ. നമ്മൾ എങ്ങനെല്ലാം ഇരുന്നാലും കുറ്റമെല്ലാം നമ്മുടെ മണ്ടേ തന്നെ വരും. പാപ്പായും ഉമ്മയും എന്ത് അക്രമം കാണിച്ചാലും അതിനെല്ലാം ആമക്കൾ നിന്ന് സൈഡ് വെച്ച് കൊടുക്കും. നമ്മൾ ചുമ്മാ പറയുന്നതാന്ന് പറയും. അത് അനുഭവത്തിൽ വരുമ്പോഴേ ഇക്ക മനസ്സിലാക്കത്തുള്ളൂ. ഇക്ക ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇനി നിങ്ങളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ. ഞാനൊരു ക്യാമറ മേടിക്കാൻ പോവാം. ഞാൻ അത് മേടിച്ചിട്ട് ഇവിടെ നടക്കുന്ന സംഭവം ഇക്കയുടെ ഫോണിൽ അത് കണക്ട് ചെയ്ത് ഞാനത് റെഡിയാക്കിക്കാം. ഞാനേ വാങ്ങിച്ചു വെക്കും. ഇക്ക ഇവിടെ നടക്കുന്നതെല്ലാം നേരിട്ട് കാണുമ്പോൾ ഇക്കായ്ക്ക് ബോധ്യപ്പെടും കേട്ടോ. ഇക്ക എല്ലാം നേരിട്ട് കാണും. എനിക്ക് പേടി, എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ ഇക്ക. എനിക്ക് വിറയ്ക്കുക, കിടക്കിടാന്ന് വിറയ്ക്കുക. ഞാനിപ്പോൾ അവിടെ ക്യാമറ ഞാൻ മൊബൈൽ ഷോപ്പിൽ വിളിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാനിന്ന് വാങ്ങിച്ച് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യും. ഇവിടെ നടക്കുന്നതെല്ലാം ഇക്ക കണ്ടോ. എന്നിട്ട് ഇക്കായ്ക്ക് ബോധ്യം വന്നിട്ട് ഇക്ക എന്നോട് പറയണം. അപ്പോഴും പറയണം പപ്പ അല്ലെന്ന് കേട്ടോ. നിങ്ങളല്ലെങ്കിൽ അങ്ങനെയാ, നേരി കണ്ടാലും നിങ്ങൾ പറയും പപ്പ അല്ലെന്ന്. ഞാൻ മേടിക്കുന്നുണ്ട്. മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇക്കായെ വിളിക്കാം. ഇല്ല
ഇല്ല, ഞാൻ ഫുഡ് കൊണ്ടുവന്നു. കഴിച്ചിട്ട് ഉമ്മ വൈകിട്ടത്തേക്ക് തന്നു കിട്ടും. ഞാൻ കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ എക്കാനെ വിളിക്കാം. ഓക്കെ. ഹലോ, അജ്മലാണോ? അജ്മല, എനിക്കൊരു ചെറിയ ക്യാമറ വേണമായിരുന്നു. 3 എണ്ണം വേണം കേട്ടോ. എത്രയാ റേറ്റ്? അത് ഞാൻ GP 2 പ്രാവശ്യമായിട്ട് തരാം. ഇപ്പം ഞാൻ കുറച്ച് പൈസ GP ചെയ്ത് തരാം. കൊടുത്തു വിടുവോ? ഇവിടെ ആരും അറിയല്ലേ. വീട്ടിൽ ക്യാമറ ഞാൻ കൊണ്ടുവരുന്നതൊന്നും ഇവിടുത്തെ പപ്പ അറിയാനേ പാടില്ല കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു വിടണം. കൊടുത്തു വിടണേ. ഇതാരാണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ കാര്യം. ഇങ്ങനെ വെറുതെ വിട്ടാലൊക്കത്തില്ലല്ലോ. ആരാ മോളെ? അത് കടയിൽ നിന്ന് കുറച്ച് ലഡുവിന് ഓർഡർ ചെയ്തായിരുന്നു. ശരി, നമ്മളെ ബേക്കറിയില്ലേ പയ്യനോടോ? അവൻ പോയോ? പോയി. ഹലോ, ഉമ്മച്ചി, ഞാൻ മൊബൈൽ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞ് ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇല്ല ഉമ്മച്ചി, എനിക്ക് ഇവിടുത്തെ പപ്പായെ സംശയമുണ്ട്. പപ്പ ആണെങ്കിൽ ആരാണെങ്കിലും ഈ ഒളിഞ്ഞു നോക്കുന്ന ആരാണെങ്കിലും കണ്ടുപിടിക്കണം. അത് മോശമല്ലേ മമ്മി? ഇങ്ങനെ ചെയ്യാമോ? സ്ത്രീകൾക്കൊരു മര്യാദയും കൊടുക്കാതെ ഇങ്ങനെ ഒളിഞ്ഞു നോട്ടം. ഒന്നാമത് ഞാൻ വയ്യാണ്ടിരിക്കുക. ഞാൻ എല്ലായിടവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മമ്മി. ഇന്ന് എന്തായാലും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം മമ്മി. അവിടെ ഇരുന്ന് കണ്ടിട്ടേ എന്താണെന്നുള്ളത് തീരുമാനിക്കട്ടെ. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. ഇത് കണ്ടുപിടിക്കണേ. ഇത് ആരാന്നുള്ള ഇന്ന് അറിയാം മമ്മി. മാമി കാത്തിരിക്കും മമ്മി. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ ടെൻഷനാകുന്നു മമ്മി. ഓക്കെ മമ്മി, വെച്ചോ. ഹലോ ഇക്ക, ഞാൻ ഒളിക്യാമറ വാങ്ങി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്ക ഇനി കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ എന്നോടൊന്നും പറയല്ലേ. ഞാൻ എന്തുവാണെന്നുള്ളത് ഇന്ന് ഞാൻ ഇക്കയ്ക്ക് ബോധ്യപ്പെടുത്തി തരാം. ഓക്കെ, ശരി ഇക്ക, ഞാൻ വൈകിട്ട് വിളിക്കാം. ഓക്കെ. പപ്പ, ചായ ഇടണോ പപ്പ? വേണ്ട, ഇപ്പൊ വേണ്ട. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വന്നാ കുളിച്ചിട്ടൊക്കെ വന്ന് കിട്ടാൻ മതി.
എടാ മൂക്ക് കിളവ മഹാഭാവി, നീ എന്റെ സ്വന്തം മാപ്പയെ പോലെയല്ലേ നീ എന്റെ അമ്മായപ്പനായാലും. ഞാൻ പപ്പ എന്നല്ലാതെ ഒരു വാക്ക് വിളിച്ചിട്ടുണ്ടോ? നീ ബാത്റൂമിന്റെ ഇവിടെ വന്ന് നീ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ മഹാഭാവി? എന്തിനാണ് കാലമാടാ കുട്ടിനെ പൊലിച്ച് എന്താണോ ചെയ്യുന്നത്? ഞാൻ പോലീസിൽ പിടിക്കട്ടെ. സ്ത്രീകള് കുളിക്കുന്നിടത്ത് വന്ന് നീ എത്തി വലിയ നോക്കുന്നോ? ദുഷ്ടപ്പിക്കാതെ. അയ്യോ അയ്യോ പോണേ. ഹലോ ഇക്ക, നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കിക്ക. നിങ്ങളുടെ പപ്പ തന്നെ ഞാൻ ഒളിഞ്ഞു നോക്കുന്നത്, എന്നെ ശല്യപ്പെടുത്തുന്നതും. ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ കള്ളക്കളവും എത്തി നോക്കി. എനിക്ക് നീ വീട്ടിൽ നിൽക്കണ്ട, നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട, ഞാൻ പോവാ. ഞാൻ ഇല്ല ഉമ്മ വരുന്നവരെ ഞാൻ നോക്കി നിൽക്കുന്നില്ല. ഇനി ഒരു സെക്കൻഡ് പറ്റത്തില്ല, ഉമ്മ വരുന്നിടം വരെ ഞാൻ നോക്കി നിൽക്കത്തില്ല. എന്നാലും ഞാൻ ഒരു ഗർഭിണിയായ ഞാൻ കുളിക്കുന്ന സീന് ഈ നിങ്ങളുടെ പപ്പ കള്ള വൃത്തിയായിട്ട കളവന് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇതിന് ഞാൻ വേണ്ടിയതുപോലെ ഞാൻ 8ന്റെ മണി കൊടുക്കും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. എന്തോ മോളെ? ഇല്ല ഉമ്മ, ഞാൻ പോവാ വീട്ടില്. എന്താ എനിക്കിവിടെ നിൽക്കണ്ട ഉമ്മ. എനിക്ക് വയ്യ ഉമ്മ. കാര്യമൊന്നുമില്ല, ഞാൻ പോയിട്ട് ഉമ്മയെ വിളിച്ചോളാം. പോടി, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എനിക്കൊരു വണ്ടി വിളിച്ചതാ ഉമ്മ, എനിക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ട് നിങ്ങളെ കെട്ടിയൊരു കൊണ്ട് അവിടെ വീണ് കിടക്കുന്ന എന്താന്ന് പോയി നോക്ക്. ഞാൻ പോവാ ഉമ്മ, ഞാൻ പോയി എന്റെ വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. അവനെ എടുത്തടിച്ച് കിടക്കുന്ന കാലമാണ്. ഞാനേ ഉമ്മ ഇത് പിന്നെ വൃത്തിയായിട്ട് പപ്പ എന്നൊരു വാക്കല്ലാതെ ഞാൻ വിളിച്ചിട്ടുണ്ടോ ഉമ്മ? ഞാൻ കുളിക്കുന്നത് ബാത്റൂമിൽ കയറി ഒളിഞ്ഞു നോക്കി. ഞാൻ പോവാ, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോളാം. ക്യാമറ വഴിയല്ല ഇനിയുള്ള കാലം ക്യാമറ ഉണ്ടെങ്കിലേ പെണ്ണുങ്ങളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒളി ക്യാമറ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിരുന്ന് എല്ലാം കാണുന്നതുകൊണ്ട് ഈ കള്ളക്കളവന് ജനൽ വഴി നോക്കി ഒരു സമാധാനമില്ല. ഉമ്മ കർത്താവിനെ നല്ലതാക്കട്ടെ. ഉമ്മയെ സമൂഹത്തിൽ നാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചൊന്നും ഉമ്മ വയ്ക്കണ്ട. ക്യാമറ വഴി എല്ലാം ഒന്ന് ഞാൻ എല്ലാരെയും ഞാൻ കാണിക്കും. ഇനി എല്ലാവർക്കും ഇതൊരു അനുഭവമായിട്ട് ക്യാമറ ഇല്ലാതെ ഒരു പെമ്മക്കൾക്കും ഒരു ഭർത്ത വീട്ടിൽ പോയി ജീവിക്കാൻ ഒക്കത്തില്ല. ഏതൊരു കാര്യത്തിനായാലും കേട്ടോ, ഇത് ശരിയല്ല കേട്ടോ. മുതുകളവാ പാല് തന്ന കൈ തന്നെ തിരിഞ്ഞു പോത്തി. മോന്റെ ഭാര്യയല്ലേ ഞാൻ. ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. ഞാൻ പോട്ട്, ഞാൻ എന്റെ കള്ളം പറയുന്നു. കള്ളൻ തലമണ്ടയിൽ ഞാൻ കല്ലെടുത്തിട്ട് ഉരുട്ടും കേട്ടോ. എനിക്ക് വയ്യാതായി പോയി. നാശം. പെണ്ണിനെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? കള്ളത്തരമൊന്നും പറയത്തില്ല, ശരിയുള്ള കാര്യമായി. 1 വയസ്സായാലും മരത്തെ കയറ്റം നിൽക്കത്തില്ല. ശരി, ഇപ്പൊ എന്തൊക്കെ പാടാവുന്നത് ആര് കണ്ട്? എന്തൊക്കെ സംഭവിക്കുന്നത് ആര് കണ്ട്? അവൻ വരുമ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് കണ്ടോ? അവൻ വന്നല്ല നീ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നെന്ന് ആര് കണ്ടു? നീ എവിടെ